ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടു ഡയറീസ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഒരു സ്ഥലം വരെ പോകാനായിട്ട് കടയ്ക്ക് ബസ് സ്റ്റാൻഡ് വന്ന് നിൽക്കുകയാണ്. വെയിലടിച്ച് കാലൊക്കെ കരിഞ്ഞു പോയി ഗൈസ്. ബസ് വന്നപ്പോഴേ ഞങ്ങളതിൽ കയറി ഇരിപ്പായി. ഇതാ നോക്കിയപ്പോൾ ഉമ്മയുടെ സ്റ്റുഡൻ്റ് അപ്പുറത്തെ ബസ്സിലുണ്ട്. പിന്നെ ആ പാവത്തിനെ വെറുതെ വിട്ടില്ല, അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ കത്തി വെച്ചു. നിങ്ങളുടെ ഉമ്മ ഇതേപോലെ ആണോ ഗൈസ്? വഴിയിൽ ആരെ കണ്ടാലും വെറുതെ വിടാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു ചേട്ടൻ കുറച്ച് ഫയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല, എൻ്റെ ഉമ്മ അപ്പോഴേ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഗൈസ്. ഇത് കാണുമ്പോഴേ മനസ്സിലായി കാണും, സ്ഥലം ചടയമംഗലമാണ്. ജഡായിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്നു. ഞങ്ങൾ കുറച്ച് ദൂരം വഴി തെറ്റിപ്പോയി ഗൈസ്. അതിൻ്റെ ദേഷ്യത്തിലാണ് ഈ നടപ്പ്. ഗാന്ധി ജയന്തിയായിട്ട് ഗ്രൗണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന പിള്ളേരാണ് ഗൈസ്. ഏതായാലും ക്ലീനിങ് മാത്രം നടക്കുന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ 90s സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കട ഞാൻ ഇവിടെ കണ്ടേ. എൻ്റെ ഉമ്മ അപ്പോഴേ അവിടെ കയറി ഇരിപ്പായി. പിന്നെ അവിടെ നിന്ന് ഓരോ മോരുവെള്ളവും കുടിച്ചു. ഈ അപ്പൂപ്പൻ യാത്രകളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണേ. എല്ലാ മാസവും എവിടെയെങ്കിലുമൊക്കെ പോകുമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. മോര് മാത്രം കൊണ്ടായില്ല ഗൈസ്, ഞങ്ങൾ ഒരു ലൈം കൂടെ കുടിച്ചിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാക്ക എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. അപ്പുറത്തെ കടയിൽ നിന്ന് മീൻ മോഷ്ടിച്ച് കഴിക്കുകയാണ് ഗൈസ്. അത് ഏകദേശം അരമണിക്കൂർ നേരത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ബസ് കിട്ടി ഗൈസ്. ഞങ്ങൾ ലൈം ഓടിച്ച കടയിൽ നിന്ന് കുറച്ച് തക്കാളി മുറുക്കും വാങ്ങി വെച്ചിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കടയ്ക്ക് ഇറങ്ങിയതാ ഒരു തുണിക്കടയിലും കയറി ഉമ്മയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സും എടുത്തു. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ഓരോ വാട്ടർമെലൺ ജ്യൂസും കുടിച്ച് വീണ്ടും ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം, ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഇനിയും വീഡിയോസ് വരുന്നതാണ്. എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്തേക്കണം.